മദ്രസ സംവിധാനം മക്കൾ വഴിതെറ്റി പോവാതിരിക്കാൻ 90% നമുക്ക് പറ്റിയ വാക്യം. 90% നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. ഈ കഴിഞ്ഞ റമദാൻ ശവ്വാലല്ലേ, കഴിഞ്ഞ റമദാനിൽ, ഈ കഴിഞ്ഞ മാസം റമദാനിന്റെ അവസാനത്തെ പത്തിൽ ഈ എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിൽ ഇഅ്തികാഫിരിക്കാൻ വന്ന ഒരുപാട് ആളുകൾ, സഹോദരന്മാർ ഈ കൂട്ടത്തിലുണ്ട്. അങ്ങനെ 24-ാം രാവോ അല്ലെങ്കിൽ 25-ാം രാവോ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാ, 25-ാം രാവിൽ പള്ളിയിൽ ഇഅ്തികാഫിന് വേണ്ടി തടിച്ചുകൂടിയ ആളുകളോട് ഞാൻ പറഞ്ഞു, എന്ത് നമ്മുടെ തസ്ബീഹ് നമസ്കാരത്തിന്റെ രൂപം, തസ്ബീഹ് നമസ്കാരത്തിന് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ പറയണം. അപ്പൊ എല്ലാം പറഞ്ഞ് തസ്ബീഹ് നമസ്കാരത്തിന് വേണ്ടി എല്ലാവരും എഴുന്നേറ്റപ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് ഇപ്പൊ പറഞ്ഞ ദിക്ർ ഒന്ന് മംഗ്ലീഷിൽ എഴുതി തരാമോ, മംഗ്ലീഷിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് തരാമോ? ഞാൻ അവന്റെ മൊബൈൽ വാങ്ങിയിട്ട് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഞാൻ ചോദിച്ചു, എന്താ സംഭവം? എനിക്ക് മലയാളം കൃത്യമായിട്ട് അറിയില്ല, അറബിയും ഒട്ടും വായിക്കാൻ അറിയില്ല, മംഗ്ലീഷൊക്കെ ഏകദേശം വായിച്ചു, ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആണ്, മംഗ്ലീഷൊക്കെ ഇങ്ങനെ വായിച്ച് പഠിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, മോനെ ഇത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി, എടാ ഇത് സുന്നത്താ, ഇതിപ്പോ പറഞ്ഞില്ലെങ്കിലും നരകത്തിൽ പോകുന്നില്ല, പക്ഷെ നീ എങ്ങനെയാ നിസ്കരിക്കുന്നത്? ഫാത്തിഹ എങ്ങനെ ഓതും, അത്തഹിയാത്ത് എങ്ങനെ ഓതും, സ്വലാത്ത് എങ്ങനെ ഓതും? ഞാനിത് മംഗ്ലീഷിൽ പഠിക്കുന്നുണ്ട് എന്ന് ചോദിച്ചപ്പോ അവൻ ഏതോ മലബാറിലുള്ള ഏതോ ജില്ലക്കാരനാ. ഞാൻ അവനെ കളിയാക്കുമല്ല, ആ സഹോദരൻ കേൾക്കുന്നുണ്ടാകും, ആ സഹോദരൻ ഒരുപക്ഷെ കേൾക്കുന്നുണ്ടാകും. ആ സഹോദരന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ നമ്മളിൽ പല ആളുകളും ശ്രദ്ധിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു കാര്യം അവൻ പറഞ്ഞിട്ടാണ് പോയത്. അതാണ് നമ്മുടെ വിഷയത്തിന്റെ ഹൈലൈറ്റ്. ഞാൻ പറഞ്ഞു, മോനെ ഫാത്തിഹയൊക്കെ നിർബന്ധമായും പഠിക്കേണ്ടതാണ്. ഞാൻ പഠിക്കുന്നുണ്ട് ഉസ്താദേ, ഞാൻ ഇംഗ്ലീഷിൽ പഠിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം അവൻ പറഞ്ഞത്, ഞാന് എന്റെ ഫാമിലിയായിട്ട്, എന്റെ പാരന്റുമായിട്ട് ഒരുപാട് നാൾ ഫോറിലായിരുന്നു, കാനഡയിലോ അതുപോലെ ഏതോ രാജ്യത്തായിരുന്നു. അവിടെ മദ്രസയൊന്നും ഇല്ലാലോ, സംവിധാനങ്ങൾ കുറവല്ലേ, അതുകൊണ്ട് എന്റെ പാരന്റ് എന്നെ അറബി പഠിപ്പിച്ചില്ല, എന്നെ ഖുർആൻ പഠിപ്പിച്ചില്ല. എന്നെ അറബി പഠിപ്പിക്കാത്തതിന്റെ പേരിൽ, എന്നെ ഖുർആൻ പഠിപ്പിക്കാത്തതിന്റെ പേരിൽ എന്റെ പാരന്റിനോട് എനിക്ക് കംപ്ലൈന്റ് ഉണ്ട്. ഇത് എന്നോട് പറഞ്ഞെങ്കിൽ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ ഒന്നും പറ്റില്ല. ഇത് അള്ളാഹിനോടാണ് പറഞ്ഞെങ്കിലോ? അവൻ അവിടെ ചെന്നിട്ട് പറയാ, പടച്ചോനെ ഞാൻ നിസ്കരിച്ചത് ശരിയായിട്ടില്ല, ഞാൻ ഖുർആൻ ഓതി ശരിയായിട്ടില്ല, കാരണം എനിക്കറിയില്ല. എന്നെ പഠിപ്പിക്കേണ്ട ബാധ്യത എന്റെ ഉമ്മാക്കും പാപ്പാക്കും ഉണ്ടായിരുന്നു, പക്ഷെ അവർ എന്നെ പഠിപ്പിച്ചില്ല എന്ന് അള്ളാഹിനോട് പറഞ്ഞാൽ അള്ളാഹ് മാതാപിതാക്കളെ വിടോ? അതുകൊണ്ട് മക്കൾ വഴിതെറ്റി പോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? മദ്രസ സംവിധാനം മക്കൾ വഴിതെറ്റി പോവാതിരിക്കാൻ 90% നമുക്ക് പറ്റിയ വാക്യം. 90% നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. ചില മാതാപിതാക്കളുണ്ട്, അവർ മക്കളുടെ വളർച്ചയിലും ഉയർച്ചയിലും ഒരുപാട് അഭിമാനിക്കുന്നവരാണ്. ചില മാതാപിതാക്കൾ പറയും, ഉസ്താദേ എന്റെ മകൻ MBBS പഠിക്കുന്നു, MBA പഠിക്കുന്നു, എഞ്ചിനീയർ പഠിക്കുന്നു, അത് പഠിക്കുന്നു, ഇത് പഠിക്കുന്നു, എല്ലാം നല്ലതാണ് അല്ലെ? മക്കളെ കൊണ്ട് അഭിമാനം ഉണ്ടാവുക, അത് രക്ഷിതാക്കൾക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുള്ള ഒരു സ്വഭാവമാണ്. മക്കളെ കൊണ്ട് അഭിമാനം ഉണ്ടാവുക. വിശുദ്ധമായ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ അല്ലാഹു തആല സൂറത്തുൽ ഫുർഖാനിന്റെ 74-ാമത്തെ ആയത്തിലൂടെ പറയുകയാണ്, റബ്ബനാ ഹബ് ലനാ അസുവാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. വിശുദ്ധമായ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ അല്ലാഹു നമുക്ക് തന്നിട്ടുള്ള കുടുംബമുണ്ടല്ലോ, ആരോഗ്യമുണ്ടല്ലോ, സമ്പത്തുണ്ടല്ലോ, വീടുണ്ടല്ലോ, കച്ചവടമുണ്ടല്ലോ, അതുപോലെ ജോലിയുണ്ടല്ലോ, വരുമാനമുണ്ടല്ലോ, ഇതെല്ലാം അനുഗ്രഹങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളാണെന്ന് പറഞ്ഞപ്പോഴൊക്കെ അല്ലാഹു പറയാത്ത ഒരു വാക്ക്, അതാ മക്കളെ പറ്റി സംസാരിക്കുമ്പോൾ അല്ലാഹു പറയുകയാണ് ഖുർആനിലൂടെ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. മക്കളെ പറ്റി സംസാരിക്കുമ്പോൾ ഖുർആൻ പറയുകയാണ് ഖുർറത അയുൻ, കൺകുളിർമയാ. മക്കളെന്ന് പറഞ്ഞാൽ കൺകുളിർമയാ അല്ലെ? മക്കളെ പറ്റി പറഞ്ഞപ്പോൾ മാത്രമാണ് കണ്ണിന് കുളിർമ എന്ന് അല്ലാഹു തആല പറഞ്ഞത്. വേറെ സ്വർഗ്ഗത്തിൽ അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞപ്പോഴാണ് അല്ലാഹു കണ്ണിന് കുളിർമ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ മക്കളെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന് കുളിർമയാണ്. ആ കണ്ണിന് കുളിർമയാവണം മക്കൾ. പക്ഷേ ഇന്ന് എത്രയോ ഉമ്മമാർക്കും പാപ്പമാർക്കും മാതാപിതാക്കൾക്ക് മക്കൾ കണ്ണീര് കുളിപ്പിക്കുകയാ. കൺകുളിർമക്ക് പകരം
പകരം കണ്ണീര് കുടിപ്പിക്കുന്ന മക്കളാ. മക്കൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. മോശം കൂട്ടുകെട്ടുകൾ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണ്. പ്രണയത്തിന്റെ വലയില, കള്ളത്തരങ്ങൾ, കൊലപാതകങ്ങൾ, മോഷണം, അടിപിടിയാണ് എന്നൊക്കെ പറഞ്ഞ് മക്കളുമായി ബന്ധപ്പെട്ട എത്രയോ പരാതികളാ ഓരോ രക്ഷിതാക്കളും പറയുന്നത്. നമ്മുടെ മക്കളെ നന്നാക്കണമെങ്കിൽ നമുക്ക് പറ്റിയൊരു സംവിധാനമാണ് മദ്രസ സംവിധാനം. ഞാൻ പറയട്ടെ, ഒന്നാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് അല്ലെങ്കിൽ 9ാം ക്ലാസ് വരെ കൃത്യമായി മദ്രസയിൽ പോയി പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ കൃത്യമായി പഠിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു കുട്ടി 1ാം ക്ലാസ് മുതൽ PG വരെ ഭൗതിക വിദ്യാഭ്യാസം മാത്രം പഠിക്കുന്ന കുട്ടിയേക്കാൾ അവൻ സ്വഭാവത്തിലും സംസ്കാരത്തിലും മികച്ചവനായിരിക്കും. കാരണം മദ്രസകളിൽ പഠിപ്പിക്കുന്നത് എന്താ? ഖുർആന, ഹദീസ, തഫ്സീറാണ്, അഖീദയ, അഖ്ലാഖ, സീറയ, തജ്വീദ, നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, ഉംറ, ഇവകളുടെ ഷർത്ത്, ഫർള്, അതുപോലെ സുന്നത്ത്, കറാഹത്ത്, ഈമാൻ കാര്യം, ഇസ്ലാം കാര്യം, കടമകൾ, കടപ്പാടുകൾ, ഉമ്മാനോടെങ്ങനെ, പാപ്പാനോടെങ്ങനെ, അയൽവാസിയോടെങ്ങനെ, കൂട്ടുകാരനോടെങ്ങനെ, ഉസ്താദുമാരോടെങ്ങനെ, എങ്ങനെ പെരുമാറണം, എങ്ങനെ അവരോട് സംസാരിക്കണം, എങ്ങനെ ജുമുഅ നിസ്കരിക്കണം, എങ്ങനെ പെരുന്നാൾ നിസ്കരിക്കണം, എങ്ങനെ മയ്യത്ത് നിസ്കരിക്കണം, എങ്ങനെ ക്രയവിക്രയം ചെയ്യണം, എങ്ങനെയാണ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് കുടിക്കേണ്ടത്, എന്താണ് ഹറാം, എന്താണ് ഹലാൽ, പള്ളിയിലെ മര്യാദ. ഭാവിയിൽ നീ നിക്കാഹ് കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭാര്യയോട് നീ എങ്ങനെ പെരുമാറണം, നിന്റെ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം, അതുപോലെ പ്രകൃതിയോട്, എല്ലാത്തിലും ഉപരിയായി നീ ജീവിക്കുന്ന നിന്റെ ഇന്ത്യ മഹാരാജ്യം, ആ മഹാരാജ്യത്തിന്റെ ചരിത്രം, അതിന്റെ സംസ്കാരം, അതിന്റെ പൈതൃകം, അതിന്റെ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആരെല്ലാം പോരാടിയിട്ടുണ്ടോ അതിൽ പ്രധാനപ്പെട്ട ആളുകളെ പറ്റി പഠിക്കുന്നു, അവരുടെ ചരിത്രം പഠിക്കുന്നു. അതുപോലെ തന്നെ ഇസ്ലാം ഈ ഇന്ത്യയിൽ കടന്നു വന്ന ചരിത്രം പഠിക്കുന്നു. മുസ്ലിമീങ്ങൾ ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി, അതുപോലെ ഈ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി എത്രമാത്രം കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ കൊണ്ടു എന്ന പാഠങ്ങൾ സ്പഷ്ടമായും വ്യക്തമായും പഠിപ്പിക്കുന്ന ഒരു കരിക്കുലത്തിന്റെ പേരാണ്, ഒരു സിലബസിന്റെ പേരാണ് മദ്രസ. ഇതൊക്കെയാണ് നമ്മുടെ മദ്രസയിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെ, മദ്രസ സംവിധാനം അൽഹംദുലില്ലാ വളരെ ഉഷാറാ. കേരളത്തിലുള്ള മദ്രസ സംവിധാനം പോലെ ലോകത്ത് ഒരു സ്ഥലത്തുമില്ല. അത് മക്കയിലുമില്ല, മദീനയിലുമില്ല. കേരളത്തിലുള്ള മദ്രസ സംവിധാനം, കേരളത്തിൽ ഏകദേശ കണക്കിന് ഞാൻ പറയട്ടെ 21,683 മദ്രസകളുണ്ടെന്നാണ്. അതിൽ അധികമായാലേ ഉള്ളൂ. അതിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ 2 ലക്ഷത്തിലധികം ഉസ്താദുമാര് പഠിപ്പിക്കുന്നുണ്ടാണ്. അതിൽ പഠിക്കുന്ന കുട്ടികൾ 20 ലക്ഷത്തിലധികം കുട്ടികൾ മദ്രസ സംവിധാനത്തിൽ പഠിക്കുന്നുണ്ട്. അതായത് കേരള ജനസംഖ്യയുടെ 27% മാത്രം വരുന്ന മുസ്ലിമീങ്ങൾ, ആ മുസ്ലിമീങ്ങൾ നേതൃത്വം നൽകുന്ന സംവിധാനത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് കേരളത്തിലെ 100% എടുത്തു നോക്കിയാലുള്ള സ്കൂളുകൾ, ആ സ്കൂളുകളുടെ എണ്ണം ഏകദേശ കണക്കാണ്, കറക്റ്റ് അല്ല, ഏകദേശ കണക്ക് 12,644 സ്കൂളുകൾ. ഇതിൽ എയ്ഡഡ് സ്കൂളുകളുണ്ട് 7,277. അതായത് സ്വകാര്യ വ്യക്തികൾ കെട്ടിടം കൊടുക്കുന്നു, സർക്കാർ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നു. അതുപോലെ തന്നെ അൺഎയ്ഡഡ് സ്കൂളുകളുണ്ട് 863 സ്കൂളുകൾ. സർക്കാർ ശമ്പളം കൊടുക്കുന്നില്ല, സർക്കാർ കെട്ടിടം കൊടുക്കുന്നില്ല, അംഗീകാരം മാത്രം കൊടുക്കുന്നു. സർക്കാർ സ്കൂളുകളുണ്ട് ഏകദേശം 4,054 ഏകദേശ കണക്കാണ്. ഇങ്ങനെ നോക്കുമ്പോ സ്കൂളുകൾ, ആ സ്കൂളുകളിലേക്കാൾ എണ്ണം കൂടുതൽ മദ്രസകളാണ്. ആ മദ്രസകളിൽ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ ഇവിടെ വിശദീകരിച്ചു പറഞ്ഞു. 27% ഉമ്മത്തിന്റെ 21,000-ലധികം വരുന്ന മദ്രസകൾ. ആ മദ്രസകൾ ഇന്ന് പലതും പല ശോചനീയ അവസ്ഥയിലാണ്. പക്ഷേ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള മദ്രസകൾ ഇന്ന് കേരളത്തിലുണ്ട്. നിങ്ങൾക്കറിയുമോ എന്നറിയില്ല, കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ അവിടെ ഒരു മദ്രസയുണ്ട്, മുനവ്വിറുൽ ഇസ്ലാം മദ്രസ. 4 നിലയിലുള്ള മദ്രസയാണ്. കേരളത്തിൽ ആകെ നമ്മുടെ മദ്രസ 2 1 ഒരു നില 4 നിലയുള്ള മദ്രസ അവിടെ. കേരളത്തിൽ ആകെ ലിഫ്റ്റ് സംവിധാനമുള്ള മദ്രസയാണ് ആ മദ്രസ. കേരളത്തില് ഈ കഴിഞ്ഞ 2 മാസം മുമ്പാണ് ഒരു സ്കൂളിൽ, സർക്കാർ സ്കൂളിൽ ഒരു ലിഫ്റ്റ് സംവിധാനം വരുന്നത്. 2 മാസം മുമ്പാണ്. തിരുവനന്തപുരം ജില്ലയിലെ കൊളത്തുമ്മൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കേരളത്തിൽ ആദ്യമായി സർക്കാർ സ്കൂളിൽ ഒരു ലിഫ്റ്റ് സംവിധാനം വരുന്നത്. മദ്രസ അതിനു മുമ്പേ
4-5 വർഷങ്ങൾക്ക് മുമ്പേ അവിടെ ലിഫ്റ്റ് സംവിധാനം, ഞാൻ പറഞ്ഞത് 21% നമ്മുടെ മുസ്ലിമീങ്ങൾ നടത്തുന്ന 21,000-ഓളം മദ്രസകൾ. കാരണം എന്താ? മദ്രസയുടെ കാര്യം പറഞ്ഞ ആര് പിരിവിന് വന്നാലും നമ്മൾ സഹായിക്കും. പള്ളിയുടെ കാര്യം വന്ന് ചോദിച്ചാൽ നമ്മളെ സഹായിക്കും. കാരണം നമുക്കറിയാം ആ മദ്രസകളിലാണ് നമ്മുടെ മക്കളുടെ ഭാവിയുള്ളത്. ഖുർആൻ ഓതാൻ അറിയാത്ത മക്കളാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മദ്രസ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കൂടെ? മദ്രസ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഖുർആൻ ഓതാൻ അറിയാത്ത നമ്മുടെ മക്കൾ, അല്ലാഹ് ആരാണെന്ന് അറിയാത്ത നമ്മുടെ മക്കൾ, ഇസ്ലാം കാര്യം എന്താണെന്ന് അറിയാത്ത മക്കൾ, നിസ്കരിക്കാൻ അറിയാത്ത മക്കൾ, ഉമ്മാടെ കൽപാദത്തിലാണടാ നിന്റെ സ്വർഗമെന്ന് പഠിപ്പിക്കാൻ പറ്റാത്ത, അല്ലെ അതറിയാത്ത ഒരു തലമുറയായി നമ്മുടെ മക്കൾ മാറുകയില്ലേ? ചില മലയാളികളെ കാണുമ്പോ അറബികൾക്ക് അസൂയ. കാരണം ഈ ഖുർആൻ ഇറങ്ങിയത് അറബികളുടെ ഭാഷയായ അറബിയിലാണ്. പക്ഷെ അറബികളെക്കാൾ നല്ല സുന്ദരമായ രൂപത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന ചെറുപ്പക്കാര് ഖുർആൻ ഓതുന്നത് കാണുമ്പോൾ അറബികൾക്ക് സത്യത്തിൽ അസൂയ. കാരണം ഞങ്ങളുടെ ഭാഷയിലുള്ള ഈ ഖുർആൻ ഞങ്ങൾക്ക് തന്നെ ഓതാൻ കൃത്യമായി കിട്ടുന്നില്ല, നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നു? അതാണ് മദ്രസാ സംവിധാനം. മദ്രസാ സംവിധാനം, ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഈ മദ്രസയുടെ കാര്യം നിർത്തുകയാണ്. മദ്രസാ സംവിധാനം ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ നാളെ അള്ളാന്റെ മുമ്പിൽ കൈകടിക്കേണ്ടി വരും. ഈ കഴിഞ്ഞ റമദാൻ ശവ്വാലല്ലേ, കഴിഞ്ഞ റമദാനിൽ, ഈ കഴിഞ്ഞ മാസം റമദാനിന്റെ അവസാനത്തെ പത്തിൽ ഈ എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിൽ ഇഅ്തികാഫിരിക്കാൻ വന്ന ഒരുപാട് ആളുകൾ, സഹോദരന്മാർ ഈ കൂട്ടത്തിലുണ്ട്. അങ്ങനെ 24-ാം രാവോ അല്ലെങ്കിൽ 25-ാം രാവോ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാ, 25-ാം രാവിൽ പള്ളിയിൽ ഇഅ്തികാഫിന് വേണ്ടി തടിച്ചുകൂടിയ ആളുകളോട് ഞാൻ പറഞ്ഞു, എന്ത് നമ്മുടെ തസ്ബീഹ് നമസ്കാരത്തിന്റെ രൂപം, തസ്ബീഹ് നമസ്കാരത്തിന് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ പറയണം. അപ്പൊ എല്ലാം പറഞ്ഞ് തസ്ബീഹ് നമസ്കാരത്തിന് വേണ്ടി എല്ലാവരും എഴുന്നേറ്റപ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് ഇപ്പൊ പറഞ്ഞ ദിക്ർ ഒന്ന് മംഗ്ലീഷിൽ എഴുതി തരാമോ? മംഗ്ലീഷിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് തരാമോ? ഞാൻ അവന്റെ മൊബൈൽ വാങ്ങിയിട്ട് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഞാൻ ചോദിച്ചു, എന്താ സംഭവം? എനിക്ക് മലയാളം കൃത്യമായിട്ട് അറിയില്ല, അറബിയും ഒട്ടും വായിക്കാൻ അറിയില്ല. മംഗ്ലീഷൊക്കെ ഏകദേശം വായിച്ചു, ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആണ്, മംഗ്ലീഷൊക്കെ ഇങ്ങനെ വായിച്ച് പഠിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, മോനെ ഇത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി, എടാ ഇത് സുന്നത്താ, ഇതിപ്പോ പറഞ്ഞില്ലെങ്കിലും നരകത്തിൽ പോകുന്നില്ല. പക്ഷെ നീ എങ്ങനെയാ നിസ്കരിക്കുന്നത്? ഫാത്തിഹ എങ്ങനെ ഓതും? അത്തഹിയാത്ത് എങ്ങനെ ഓതും? സ്വലാത്ത് എങ്ങനെ ഓതും? ഞാനിത് മംഗ്ലീഷിൽ പഠിക്കുന്നുണ്ട് എന്ന് ചോദിച്ചപ്പോ അവൻ ഏതോ മലബാറിലുള്ള ഏതോ ജില്ലക്കാരനാ. ഞാൻ അവനെ കളിയാക്കുമല്ല, ആ സഹോദരൻ കേൾക്കുന്നുണ്ടാകും, ആ സഹോദരൻ ഒരുപക്ഷെ കേൾക്കുന്നുണ്ടാകും. ആ സഹോദരന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ നമ്മളിൽ പല ആളുകളും ശ്രദ്ധിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു കാര്യം അവൻ പറഞ്ഞിട്ടാണ് പോയത്. അതാണ് നമ്മുടെ വിഷയത്തിന്റെ ഹൈലൈറ്റ്. ഞാൻ പറഞ്ഞു, മോനെ ഫാത്തിഹയൊക്കെ നിർബന്ധമായും പഠിക്കേണ്ടതാണ്. ഞാൻ പഠിക്കുന്നുണ്ട് ഉസ്താദേ, ഞാൻ ഇംഗ്ലീഷിൽ പഠിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം അവൻ പറഞ്ഞത്, ഞാന് എന്റെ ഫാമിലിയായിട്ട്, എന്റെ പാരന്റുമായിട്ട് ഒരുപാട് നാള് ഫോറിലായിരുന്നു, കാനഡയിലോ അതുപോലെ ഏതോ രാജ്യത്തായിരുന്നു. അവിടെ മദ്രസയൊന്നും ഇല്ലാലോ, സംവിധാനങ്ങൾ കുറവല്ലേ. അതുകൊണ്ട് എന്റെ പാരന്റ് എന്നെ അറബി പഠിപ്പിച്ചില്ല, എന്നെ ഖുർആൻ പഠിപ്പിച്ചില്ല. എന്നെ അറബി പഠിപ്പിക്കാത്തതിന്റെ പേരിൽ, എന്നെ ഖുർആൻ പഠിപ്പിക്കാത്തതിന്റെ പേരിൽ എന്റെ പാരന്റിനോട് എനിക്ക് കംപ്ലൈന്റ് ഉണ്ട്. ഇത് എന്നോട് പറഞ്ഞെങ്കിൽ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ ഒന്നും പറ്റില്ല. ഇത് അള്ളാഹിനോടാണ് പറഞ്ഞെങ്കിലോ? അവൻ അവിടെ ചെന്നിട്ട് പറയാ, പടച്ചോനെ ഞാൻ നിസ്കരിച്ചത് ശരിയായിട്ടില്ല, ഞാൻ ഖുർആൻ ഓതി ശരിയായിട്ടില്ല, കാരണം എനിക്കറിയില്ല. എന്നെ പഠിപ്പിക്കേണ്ട ബാധ്യത എന്റെ ഉമ്മാക്കും പാപ്പാക്കും ഉണ്ടായിരുന്നു, പക്ഷെ അവർ എന്നെ പഠിപ്പിച്ചില്ല എന്ന് അള്ളാഹിനോട് പറഞ്ഞാൽ അള്ളാഹ് മാതാപിതാക്കളെ വിടോ? ഇതാണ് മദ്രസാ സംവിധാനത്തിന്റെ പ്രസക്തി. അതുകൊണ്ട് മദ്രസാ സംവിധാനം ഇപ്പോ 15 വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ 19-20 വയസ്സായ നമ്മുടെ മക്കളുണ്ടാകും, പെൺകുട്ടികൾ, ആൺകുട്ടികൾ. അവർക്ക് ഇവിടെ മദ്രസയിൽ വന്നിട്ട് ചെറിയ കുട്ടികളുടെ കൂടെ പഠിക്കാൻ ഒരു പക്ഷേ നാണമുണ്ടാകും, ലജ്ജയുണ്ടാകും. വേണ്ട, നമുക്കിപ്പോ ഓൺലൈനായിട്ട് എത്രയോ കോഴ്സുകൾ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളെ മദ്രസാ സംവിധാനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല.